पति ब्रह्मचारी। നിനക്ക് നോക്കി നടക്കാൻ അറിയില്ലേ? ബോട്ടിൽ എടുത്ത് എറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് നോക്കിക്കൂടെ? ഓഹോ, ഇപ്പൊ ഈ ബാൽക്കണിയിലേക്ക് വന്നെന്തിനാ? നോക്കി നടക്കാതെ തലകറങ്ങി വീണതും പോരാ? ഓഹോ, തെറ്റൊക്കെ ചെയ്തിട്ട് എന്നെ വഴക്കു പറയാണ്. ഇതിപ്പോ ശീലമാണല്ലോ. ശരി, ആദ്യം സോറി പറയ്. എന്താ സോറി പറയാൻ? നിങ്ങൾ വീഴാതിരിക്കാനേ പിടിച്ചത് ഞാനാ. നിങ്ങൾ എന്നോടാണ് സോറി പറയണ്ടേ. ഞാൻ വീഴാൻ കാരണക്കാരനെ നിങ്ങളാ. എന്നോട് സോറി പറഞ്ഞേ. താങ്ക് യു പറയ്. സോറി. താങ്ക് യു. സോറി. താങ്ക് യു. സോറി. കണ്ടില്ലേ, ചട്ടി പൊട്ടിയിട്ടില്ല. നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ ഇവിടുന്ന് പോയി തരാം. ഓ, ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങളോട് ദേഷ്യപ്പെടുന്ന എന്റെ ഹോബിയൊന്നുമല്ല. ഞാൻ പൊയ്ക്കോളാം. ഇതിനെയാണ് പറയുന്നത് ആത്മബന്ധം. നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം അകലാൻ ആഗ്രഹിച്ചാലും വിധി നിങ്ങളെ രണ്ടുപേരെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പരസ്പരം ബന്ധിപ്പിക്കും. ഇതേ കണ്ടില്ലേ? മിസ്റ്റർ ജൂനിയർ, നീ നിന്റെ ബോസ് മിസ്റ്റർ ബ്രഹ്മചാരിയേക്കാളും ബുദ്ധിമാനാണല്ലോ. നിനക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ചിലരുണ്ട് സത്യം മനസ്സിലാക്കിയിട്ടും കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഇരിക്കുന്നവർ. ഞാൻ ബിന്ദിയെ നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി കല്യാണം കഴിക്കാൻ പോകുന്നു. ഇതൊരു രക്ഷാ കവചമാണ്. ഓരോ ഭർത്താവും ഇത് തന്റെ ഭാര്യയുടെ കഴുത്തിൽ അണിയിച്ചിട്ട് വാക്ക് കൊടുക്കുക, ഒരിക്കലും വിട്ടുപോവില്ലെന്ന്. ഇങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും എന്റെ മനസ്സ് മാറില്ല. കാരണം ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുമില്ല. ഈ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കെട്ടിയതുമല്ല. ഞാൻ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. പതുക്കെ പതുക്കെ ശ്രദ്ധിച്ചു മതി. തന്നെ മോളെ. ആടോ, ഇത് പിടിക്ക്, വെള്ളം കുടിക്കുക. എന്നിട്ട് സമാധാനമായിട്ട് CCTV കണക്ട് ചെയ്യേ. അല്ലച്ചാ, ഈ ക്യാമറ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മിസ്രാജിയില്ലേ, അദ്ദേഹവും CCTV കണക്ട് ചെയ്തു. ശ്രാവണ മാസത്തിൽ ഇവിടെ ധാരാളം ഉത്സവങ്ങൾ നടക്കാറുള്ളതല്ലേ. ആ സമയത്ത് ധാരാളം മോഷണങ്ങൾ നടക്കാറുണ്ട്. CCTV? അച്ഛാ, പുറത്ത് CCTV, അകത്ത് CCTV, റൂമിനകത്ത് എന്തിനാ CCTV? മോളെ, നിന്റെ കല്യാണത്തിന് VIP-കളും VVIP-കളും മാത്രമല്ല വരാൻ പോകുന്നത്. ഇവിടുത്തെ വലിയ പൊളിറ്റീഷ്യൻസും മന്ത്രിമാരും വരും. അവരുടെ എല്ലാം സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? വേഗം താഴേക്ക് പോയി ചുക്കിയോട് പറഞ്ഞ് എനിക്കൊരു കോഫി എടുത്തോണ്ട് വാ. ചെല്ല. താങ്ക് യു അച്ഛാ. എനിക്ക് വഴി കാണിച്ചു തന്നതിന് താങ്ക് യു. ഞാൻ ഇനി എന്റെ ഭർത്താവിന്റെ വീട് വിട്ട് എവിടെയും പോവില്ല. അച്ഛന്റെ ഈ മരുമകൾ ഇനി എല്ലാവരുടെ മുന്നിൽ സൂരജിന്റെ ഭാര്യയായി തന്നെ ജീവിക്കാൻ പോവാ. CCTV-യുടെ ഫുട്ടേജ് കാണിച്ചോണ്ട്. ആ വിഘ്നേഷ്, നമ്മുടെ സിറ്റി മാർക്കറ്റിന്റെ പുറകിലുള്ള ഷോപ്പ്, അതിന്റെ തൊട്ടടുത്തല്ലേ നിന്റെ വീട്? അത് തന്നെ. നീ ഒന്ന് അവിടെ പോയി എനിക്കത് വാങ്ങിക്കൊണ്ട് വരണം, പ്ലീസ്. പ്ലീസ്. ഞാൻ പോയി വാങ്ങാം. താങ്ക് യു സോ മച്ച്. ഇതിനൊക്കെ നന്ദി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ല, നീ എന്തിനാ കോളേജ് ഡ്രോപ്പ് ചെയ്തത്? നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ സ്റ്റഡീസ്, അതെല്ലാം വേണ്ടെന്ന് വെക്കുകയാണോ? ചില സമയത്ത് ജീവിതത്തിൽ നമുക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരും. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി ചില വഴി ഉപേക്ഷിച്ച് മറ്റൊരു വഴിയിലൂടെ പോകേണ്ടി വരും. എന്ന് വെച്ചാ എന്താണെന്നുള്ളത് ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോ പറഞ്ഞുതരാം. ഇപ്പൊ നീ പോയി ഞാൻ പറഞ്ഞതൊന്ന് വാങ്ങിട്ട് വാ. താങ്ക് യു സോ മച്ച് വിഘ്നേഷ്. കോളേജിലെ എക്സാം സമയത്തൊക്കെ ഞാൻ കരുതിയിരുന്നത് ഇതിലും ബുദ്ധിമുട്ട് മറ്റൊന്നിനും ഇല്ലെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, കഷ്ടപ്പാട് നിറഞ്ഞ ചോദ്യങ്ങൾ ജീവിതത്തിലാണ് ഉണ്ടാവുന്നത്.
അതിനുള്ള ഉത്തരവാ കണ്ടുപിടിക്കേണ്ടതും. ഞാൻ വിചാരിച്ച പോലെ വിഘ്നേഷിന് CCTV ഫുട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റിയ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു പരീക്ഷ ജയിച്ച പോലാവും. എന്റെ വിവാഹത്തിന്റെ വീഡിയോസ് എല്ലാം ആ പെൻഡ്രൈവിലുണ്ടാവും. ആ പെൻഡ്രൈവ് മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഈ വീട്ടിലെ എല്ലാവരോടും എനിക്ക് പ്രൂവ് ചെയ്യാം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലാന്ന്. വല്യമ്മേ, മോണിക്കെടുത്ത് റിയ, എല്ലാരും ഒന്ന് വാ. ഇതിപ്പോ എന്താ പറ്റിയേ? എല്ലാവരും എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നേ? എന്റെ ദൈവമേ, ഞാൻ തോറ്റു. എന്ത് പറ്റി മോനെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ എല്ലാവരെയും വല്യമ്മേ, വിളിച്ചു ഒരു കൂട്ടിയെ? പ്രശ്നമില്ല. 2 മിനിറ്റ് തന്നാ മതി, എല്ലാം ഞാൻ പറയാം. 2 മിനിറ്റ്. ആ? ദിതി ചേച്ചി വന്ന് നന്നായി. വാ, വേഗം വാ. വാ. എന്താ കാര്യം? സൂരജിന്റെ മനസ്സിൽ എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇഷയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാം. ആദ്യം എല്ലാവരും നിങ്ങൾ എത്തിക്കോട്ടെ. സൂരജ്, എന്താ പറ്റിയത്? എന്തിനാ ഇത്ര വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ശരി, എല്ലാരും എത്തിയല്ലോ. ഇനി കാര്യം പറയാം. ദേ ഇതിനു വേണ്ടി ഹായ് കുപ്പിവളകൾ. ഇതെന്റെ ബിന്ദിക്ക് വേണ്ടി വാങ്ങിയ കുപ്പിവളകളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് വല്യമ്മയെ നിങ്ങൾ എല്ലാവരും ചേർന്ന്, അതായത് ഒന്നിച്ചു ചേർന്ന് എന്റെ ബിന്ദിക്ക് ഇത് അണിയിച്ചു കൊടുക്കണം. ഓ, ശ്രാവണ മാസത്തിൽ പച്ച നിറത്തിലുള്ള കുപ്പിവളകൾ അണിയണ്ടേ? മാത്രല്ല കല്യാണ പെണ്ണിന് ചെക്കന്റെ വീട്ടിലുള്ളവരല്ലേ ഇത് അണിയിച്ചു കൊടുക്കേണ്ടത്. ആ, അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വിശേഷ ദിവസം തന്നെ എന്റെ ഭാര്യയാകാൻ പോകുന്ന ബിന്ദിക്ക് ഇന്ന് തന്നെ ഇത് അണിയിച്ചു കൊടുക്കാന്ന്. ഇത്രയും അധികം കുപ്പിവളകളോ? എനിക്ക് വേണ്ടിയാണോ വാങ്ങിയത്? ബ്രഹ്മചാരിയാണെന്ന് വെറുതെ പറഞ്ഞു നടക്കണല്ലേ? മനസ്സിൽ എന്ത് റൊമാൻറ്റിക്കാ. ഈ വിദ്യയുടെ മനസ്സ് നീ ഒറ്റയടിക്ക് കട്ടെടുത്തു. അല്ല അതിഥി, നീ എന്താ അവിടെ നിക്കുന്നേ? വന്നേ, ഇതിൽ നിന്ന് കുപ്പിയോളം എടുത്ത് ബിന്ദിക്ക് കയ്യിലിട്ട് കൊടുക്ക. വന്നേ. വാ ചേച്ചി. എന്തു വേണമെങ്കിലും ചെയ്തോളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ എന്റെ കയ്യിൽ തെളിവ് കിട്ടുമല്ലോ. നമ്മുടെ വിവാഹത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ എല്ലാരെയും അറിയിക്കും. ഈ വില കുറഞ്ഞ കുപ്പിവളകൾ ഇടേണ്ടതോ ഈ വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ളതോ അല്ല നിങ്ങളുടെ കൈകൾ. നിങ്ങൾ നിങ്ങളുടെ കൊട്ടാരത്തിൽ രാജകുമാരിയെ പോലെ, ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ടവളാണ്. ദേ നോക്ക് ബിന്ദ്യ, ഈ വളകള് നിന്റെ കൈ നിറച്ചിടണം. അതെന്തിനാന്നറിയോ? കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടില് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. അമ്മേ, അതൊക്കെ ശരി. പക്ഷേ ഈ പച്ച വളകൾ എങ്ങനെ കല്യാണപ്പെടിന് ഇത്ര സ്പെഷ്യൽ ആവുന്നേ? പാർവതി ദേവി മഹാദേവനെ കാത്തിരുന്ന സമയത്ത് ഈ പച്ച നിറത്തിലുള്ള വളകൾ അണിഞ്ഞിരുന്നോന്നാ വിശ്വാസം. അതുകൊണ്ട് ഈ ശ്രാവണ മാസം പച്ച വളകൾ അണിയുന്ന പെൺകുട്ടികൾക്ക് മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാമെന്നാ വിശ്വാസം. പിന്നെ ഈ കുപ്പിവളകൾ അണിയുന്ന സ്ത്രീകൾക്ക് ഭാര്യയാകാനുള്ള യോഗ്യത കൂടി വേണം. അമ്മേ, പിന്നെ ചേച്ചി അമ്മ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ? ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നമാവും. പ്രശ്നമായാലും എന്തുണ്ടാവും അറിയാലോ. പ്ലീസ് സമാധാനപ്പെട്, പ്ലീസ്. കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും ഒരുമിച്ച് എത്ര സന്തോഷത്തോടെ ബിന്ദിയുടെ കൈകളിൽ വളകൾ ഇടിക്കുന്നതെന്ന്. കാരണം ഈ വീടിന് വേണ്ടി, അതുപോലെ എനിക്ക് വേണ്ടി എല്ലാവരും ചേർന്നാണ് അവളെ തിരഞ്ഞെടുത്തത്. അവളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ഞാൻ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ലോകവും എൻ്റെ ലോകവും ഒരിക്കലും ഒന്നിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോകണം. ഞങ്ങൾ ഞങ്ങളുടെ ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിച്ചോളാം. ഭാവി നമുക്ക് തീരുമാനിക്കാനാവില്ലല്ലോ. നമ്മുടെ ഭാവി ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഭഗവാന്റെ തീരുമാനങ്ങൾ മറികടന്ന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഭഗവാൻ തിരഞ്ഞെടുത്തതോ? നമ്മളെയോ? അത് ഒരുമിച്ച് ജീവിക്കാൻ? അങ്ങനെ ആവട്ടെ. എന്നാൽ ആ ഭഗവാനോട് ചോദിക്ക്, ഈ ബന്ധത്തിന് എന്തെങ്കിലും തെളിവ് തരാനുണ്ടോന്ന്. അതും എനിക്ക് ഇന്ന് തന്നെ ലഭിക്കും.
സൂരജ് നോക്ക്, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ വളകൾ അണിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ശരി, ഞാൻ പോയി എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഓക്കെ? ചെല്ല്. അല്ല, ഈ മോണിക്ക് ഇത് എവിടെ പോയി? ജോലി കള്ളിയാ അവള്. എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഇവളുടെ ചെവി അടിച്ചു പോയോ? ഇവിടെ ഇത്രയും നല്ല വിശേഷം നടക്കുമ്പോ നീ അവിടെ അടച്ചുപൂട്ടി ഇരിക്കുവാണോ? ഇനി ഇന്നിവിടെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാനുള്ളത്? രുദ്ര ദിവസത്തിന്റെ വിശേഷ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണ്ടേ അല്ലേ? ഓ, എന്റെ കാല്! ഓ, എന്റെ പാർവതി ദേവി, ഞാൻ തോറ്റു. ഓ, എല്ലാവർക്കും മുന്നിൽ വെച്ച് നിന്നെ സപ്പോർട്ട് ചെയ്താ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയുള്ളൂ. പക്ഷെ ഈ വളകൾ നിനക്കും അണിയാവുന്നേ ഉള്ളൂ. ശ്രാവണ മാസത്തിലെ സ്ത്രീകളുടെ കൈകൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഇത് നീ ഇട്ടോ. താങ്ക് യു അതിഥി ചേച്ചി. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്ട്രെസ് തരണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. പക്ഷെ കാവ്യ പറഞ്ഞോളൂ, ഞങ്ങളോട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ഒന്നും ഞങ്ങളോട് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി സംസാരിക്കാനുള്ളത് ഈഷേടത്തെ കുറിച്ചുള്ള കാര്യങ്ങളാ. എന്താ പറഞ്ഞേ? കാര്യം എന്താണെന്ന് പറ കാവ്യ. ഇവിടെ കൂടി നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ഇവരുടെ കൂടെ മണ്ഡപത്തിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നോ? ഇതെന്റെ മുതലാളിയുടെ മകളാണ്. അഥവാ ഞങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവരൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുമായിരുന്നോ? ഇവിടെ ആരും തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാക്ഷികൾ ഉണ്ടായത്? സൂരജേട്ടൻ ഈ കല്യാണം നടന്നിട്ടില്ലെന്നാ പറയുന്നത്. പക്ഷെ ഈഷേടത്തി പറയുന്നത് ഈ കല്യാണത്തിന്റെ തെളിവ് കാണിക്കാന്നാ. സൂരജിന് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇവിടെ അച്ഛൻ പറയുന്നതനുസരിച്ച് സൂരജാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നിട്ട് ഇഷയോട് ഭാര്യ ആയതിന് തെളിവ് കാണിക്കണമെന്നോ? അത് കൊള്ളാലോ. ഞങ്ങളുടെ കൺമുന്നിലാണ് നടന്നത് ഇഷയുടെയും സൂരജിന്റെ വിവാഹം. ഞങ്ങളെക്കാളും വലിയ സാക്ഷി മറ്റാര് വേണം? എല്ലാവരോടും സത്യം ഞാൻ പറയാം. ഈ വിവാഹത്തിന് സത്യം എന്താണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അവിടെ എല്ലാവരോടും ഞാൻ പറയാം, ആ സൂരജ് എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് എൻ്റെ സഹോദരി ഈശയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന്. ആൻഡ് താങ്ക് യു കാവ്യ. ഞങ്ങളോട് ഈ കാര്യം പറയാൻ നിനക്ക് തോന്നിയല്ലോ. എനിക്കിപ്പോ പോവാൻ സമയമായി. ഇറങ്ങട്ടെ. ഹൽദിക്ക് വേണ്ടി മഞ്ഞൾ നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. പണിയെടുക്കാൻ മടിച്ച് അത് നന്നായിട്ട് പൊടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിലേ വീണ്ടും ഞാൻ അത്രയും മഞ്ഞൾ നിന്നെ കൊണ്ട് തന്നെ പൊടിപ്പിക്കും. എത്രയൊക്കെ ഇടിച്ചിട്ടും ഇത് നന്നായി പൊടിയുന്നില്ലല്ലോ. ഇതെന്താ പൗഡർ ആവാത്തെ? എന്റെ പാർവതി ദേവി, ആ വിഘ്നേഷ് എങ്ങനെങ്കിലും ആ CCTV ഫുട്ടേജ് ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഹൽദിയുടെയും പൗഡറിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ വല്യമ്മ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാൻ ചെയ്തോളാം. പറഞ്ഞല്ലേ, മാറി നിൽക്കേ.
താങ്ക് യു. ഇപ്പോ സമയം എത്രയായി? 3 മണി കഴിഞ്ഞു. വിഘ്നേഷിനോട് പറഞ്ഞിട്ട് 2 മണിക്കൂറായല്ലോ. ആ CCTV ഫുട്ടേജും കൊണ്ട് ഇവൻ എന്താ ഇതുവരെ വരാത്തെ? ഈ പെൻഡ്രൈവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ഇതിലാണോ കല്യാണത്തിന്റെ ഫുട്ടേജ് ഉള്ളത്? ആ വിഘ്നേഷ്, നമ്മുടെ സിറ്റി മാർക്കറ്റിന്റെ പുറകിലുള്ള ഷോപ്പ്. ആ ഷോപ്പിൽ നിന്നാ എന്റെ വീട്ടിലേക്കുള്ള CCTVയുടെ കണക്ഷൻ എടുത്തിട്ടുള്ളേ. അവിടെ ചെന്ന് എന്റെ വിവാഹത്തിന്റെ CCTV ഫുട്ടേജ് എടുത്ത് ഒന്ന് എനിക്ക് തരാവോ പ്ലീസ്? കഷ്ടം തന്നെ ഈശയുടെ കാര്യം. ഈ വിവാഹത്തിന്റെ തെളിവ് സംഘടിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു IAS കാരിയാകാനുള്ള എല്ലാ ബുദ്ധിയും നിങ്ങൾക്കുണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളാൻ. നന്നായിട്ട് പഠിച്ചെഴുതി ഒരു IAS കാരിയാക്, എന്നിട്ട് നാടിനെ സേവിക്ക്. അല്ലാതെ ഈ ചേരിയിലെ എലിപ്പെട്ടി പോലെയുള്ള വീട്ടിൽ വന്നിട്ട് ഈ മഞ്ഞളും പൊടിച്ച് എന്തിനാ വെറുതെ ജീവിതം നശിപ്പിക്കുന്നത്? കൂടുതൽ സംസാരിക്കാതെ പിന്നെ തന്നെ. ഈശ എന്താ വിചാരിച്ചത്? നീ പറയുന്ന ഞാൻ കേൾക്കുന്നു? ഒരിക്കലും. നോക്കൂ മിസ്റ്റർ ബ്രഹ്മചാരി, നിങ്ങൾ കള്ളം പറഞ്ഞ് എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാ പെൻഡ്രൈവ് തിരിച്ചെടുക്കുമ്പോ തന്റെ ബ്രഹ്മചര്യം നശിച്ചു പോവെങ്കിൽ പിന്നെ ഐ ഡോണ്ട് കെയർ. തന്നെ ഇങ്ങോട്ട് പറഞ്ഞു മനസ്സിലായില്ലേ? തരാനല്ലേ പറഞ്ഞേ സൂരജ്? മാഡം ഇവിടെ മഞ്ഞളും ഓയിലും കൊണ്ട് നല്ല പോലെ സ്പാ ചെയ്തു. ഞാനെന്നാലേ പോയിട്ട് വരാം.
കിട്ടി. എനിക്ക് വേണ്ടത് കിട്ടി. കൃഷ്ണ കൃഷ്ണ അമ്മായി. മുകുന്ദ. ആ നീ വന്ന മോളെ? അമ്പലത്തിൽ പോകാൻ നീ എല്ലാം കൊണ്ടാണോ വന്നത്? നന്നായി വരട്ടെ. ഈശ്വരൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ. നന്നായിരിക്കട്ടെ. ബിന്ദിയുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ പോവാ. പക്ഷെ പണക്കാരിയാകാനുള്ള എന്റെ സ്വപ്നത്തിൽ പാറ്റ വീണില്ലേ? അയ്യോ എന്റെ പൊന്നു മഹാറാണി, കല്യാണം കഴിഞ്ഞതിന്റെ തെളിവ് കാണിച്ച് ഈ ബിന്ദി ഇവിടുന്ന് അടിച്ചോടിക്ക്. എന്റെ പൊന്നു ശിവശങ്കര, ഞാനും നിങ്ങളുടെ ഭക്ത തന്നെയല്ലേ. ഇപ്പോ എന്റെ പ്രാർത്ഥന ഒന്ന് കേൾക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് കുറച്ച് ഞാൻ അങ്ങോട്ടേക്ക് തരാം. കുറച്ചേ തരുള്ളൂ കേട്ടോ. കൂടുതലൊന്നും ചോദിക്കരുത്. സത്യമായിട്ട് ഒരു 1/4 ഭാഗം തന്നേക്കാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ അമ്പലത്തിലേക്ക് പോവാം, രുദ്രാഭിഷേക പൂജ ചെയ്യാൻ. എന്നെ അനുഗ്രഹിക്കൂ വല്യമ്മേ. നിക്ക്. ഈ പൂജ ചെയ്യാൻ നിനക്ക് ആരാ അധികാരം തന്നത്? ഈ പൂജ ചെയ്യാനുള്ള അവകാശം നിനക്കില്ല. അമ്മായി എന്താ പറഞ്ഞെന്ന് കേട്ടില്ലേ? ബിന്ദിയ, നീ ഇതിൽ ഇടപെടരുത്. ഞാൻ എന്റെ ഭർത്താവിന്റെ പേരിൽ പൂജ ചെയ്യാനാ പോകുന്നേ. ഓ, ഭർത്താവോ? നീ ഭാര്യയാണെന്ന കാര്യം നിന്റെ ഭർത്താവ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ നീ എങ്ങനെയാ പൂജ ചെയ്യുന്നേ? ദേ നോക്കേട്ടതി, ഇന്നിവിടെ പൂജയായിരിക്കില്ല, ഭൂമി കുലുക്കുമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നോക്കിക്കോ, നമുക്ക് സമയം പോകാൻ എന്തായാലും ഇത് കണ്ടോണ്ടിരുന്നാ മതി. വല്യമ്മേ, അതിനിപ്പോ എന്താ പ്രശ്നം? ഇഷയെടുത്തി പൂജ ചെയ്താൽ എന്താ പ്രശ്നം? അത് എടുത്തിയുടെ അവകാശമല്ലേ? ഈ കുടുംബത്തിലെ മരുമകളല്ലേ? നീ മിണ്ടരുത്. നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഒരു ഏട്ടത്തി അനുജതിയും വന്നിരിക്കുന്നു. നിന്റെ ചേട്ടൻ ഇതുവരെ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ ആരുടെ ഏട്ടത്തി എങ്ങനെ ഏട്ടത്തിയായി? ഒരു മരുമകളെന്ന് പറഞ്ഞാലേ കുടുംബം അംഗീകരിച്ചവളായിരിക്കും. അങ്ങനെ അംഗീകരിച്ച മരുമകൾ എന്റെ ബിന്ദിയമോള. ഒന്ന് മിണ്ടാതിരിക്കേ. മിണ്ടണ്ട. സൂരജിനെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ബിന്ദിയ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി പൂജ ചെയ്യുന്നത് തടസ്സപ്പെടുത്താൻ നിനക്ക് ഒരിക്കലും കഴിയില്ല.